ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് നല്ല പനിയാണ്. മൂക്കടപ്പുണ്ട്. വോയിസ് അത്ര പെർഫെക്റ്റ് അല്ല. ബുദ്ധിമുട്ട് തോന്നിയ എല്ലാവരും വായിച്ചോളൂ. ചന്തു മെല്ലെ സ്റ്റെപ്പുകൾ ഇറങ്ങി. ഹാളിൽ ആരെയും കാണാത്തതും അവൾ നേരെ കിച്ചണിൽ കയറി. അവിടെ ഉമയും ആര്യയും ജോലിത്തിരക്കിലാണ്. വല്യമ്മേ, മടിയോടെ അവൾ വിളിച്ചു. എന്താ മോളെ? അത് ദേവു. അവൾ ഏതോ കൂട്ടുകാരിയെ കാണാനെന്ന് പറഞ്ഞു പോയി. മോളെ, എന്തേലും വേണോ മോൾക്ക്? അയ്യോ, ഒന്നും വേണ്ട, വെറുതെ ഒന്ന് സംസാരിക്കാൻ. അതിനാണോ? മോൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ കൊള്ളില്ലേ? അയ്യോ, അങ്ങനെയല്ല. അതെങ്ങനെ ആര്യേ? നമ്മൾ ഇതുവരെ ഇതിനോടൊന്നും മിണ്ടിയതുപോലും ഇല്ലല്ലോ. മോള് വാ, ചോദിക്കട്ടെ. ഉമ്മ അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടി. അവൾ സന്തോഷത്തോടെ അവരുടെ ഒപ്പം ചെന്നു. മോളെ, ഞാൻ ഉമാ മഹേശ്വരി. ഇവിടുത്തെ താടക മഹേശ്വരിയുമായി എനിക്കൊരു ബന്ധവും ഇല്ലാട്ടോ. അവർ ചിരിയോടെ പറഞ്ഞതും ചന്തു ചിരിച്ചുപോയി. ഇത് ആര്യ ദേവി. സ്വഭാവം കൊണ്ട് ഇവൾ ദേവി തന്നെയാ. കൂടെപ്പിറപ്പുകൾ ആരുമില്ലാത്ത എനിക്ക് ദൈവം തന്നതാ ഇവളെ. ഉമ്മ സ്നേഹത്തോടെ പറയുമ്പോൾ ആര്യയുടെ കണ്ണു നിറഞ്ഞു. ആ, ഇതാണ്, ഇത്രേ ഉള്ളൂ ഈ പെണ്ണ്. ഈ വീട്ടിൽ വന്നു കയറിയ മരുമക്കൾ തമ്മിൽ ഇത്രത്തോളം സ്നേഹം, പൊരുത്തം എന്നിവ ആദ്യമായി കാണുകയാണവൾ. ഇപ്പം മോള് ചിന്തിച്ചത് ഞങ്ങളുടെ സ്നേഹത്തെപ്പറ്റിയല്ലേ? ഉമ്മയുടെ ചോദ്യം കേട്ട് അവൾ തലയാട്ടി. അത് വേറൊന്നുമല്ല മോളെ. ഞങ്ങൾക്ക് സ്നേഹിക്കാനും മനസ്സു തുറക്കാനും മറ്റാരുമില്ല. ഇവിടെ ഞാനും ഇവളും ദേവും മാത്രമാണ് മനുഷ്യരായുള്ളത്. ബാക്കിയൊക്കെ. അവർ നിർത്തി. ആ, അതൊക്കെ വിടുമോ? അതൊക്കെ വിട്. മോളുടെ വിശേഷമൊക്കെ പറഞ്ഞേ, കേൾക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അതൊക്കെ പറയാം. ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ? വെറുതെ ഇരുന്നിട്ട് ആകെ വല്ലാതെ. ആഹാ, അതിനെന്താ, നമുക്ക് വെറുതെ സംസാരിച്ചുകൊണ്ട് ജോലിയെടുക്കാം. ദോ, ആ പച്ചക്കറി നുറുക്കിക്കോ. അതോടെ ചന്തു ഹാപ്പിയായി. അവൾ അതെടുത്ത് നുറുക്കിക്കൊണ്ട് അവരോട് വീട്ടുവിശേഷങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. എടീ! മൂവരും ഞെട്ടിത്തിരിഞ്ഞു. കത്തുന്ന മിഴിയോടെ നിൽക്കുന്ന ലച്ചു. ഇവളെ കൊണ്ട് തോറ്റല്ലോ. നിനക്കെന്താ ലച്ചു? ഉമ ഈർഷ്യയോടെ ചോദിച്ചു. ദേ തള്ളേ, മിണ്ടാതെ നിന്നോണം. നിങ്ങളോട് ആരാ പറഞ്ഞേ ഇവളെ ഇതിനകത്ത് കയറ്റാൻ? നീയോ കയറില്ല, പിന്നെ ആരെങ്കിലും കയറണ്ടേ? അതിനല്ലേ നിങ്ങളിവിടെ രണ്ടുപേരുള്ളത്. ഇവളെ തന്നെ വലിച്ചു കയറ്റണോ? ഡീ ഇവിടെ ദേ, ഇങ്ങോട്ട് നോക്ക്. ചന്തു വിരൽ ഞൊടിച്ചു. എന്നെ ഇവിടേക്ക് ആരും കൈ പിടിച്ച് കയറ്റണ്ട. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതിന് നീ പട്ടിഷോ ഇറക്കണ്ട. എടീ! ലച്ചു ചീറി. നീ എന്താടി പറഞ്ഞത്? പട്ടിഷോ എന്നോ? അതേടി, നിന്നെ പോലെ ഉള്ളോർമാർ ഇറക്കുന്ന ചീപ്പ് ഷോ. ലച്ചു ദേഷ്യത്തോടെ അവളെ നോക്കി. തള്ളേ, ഇവളാണോ ഇന്ന് വച്ചുണ്ടാക്കിയത്? ആണെങ്കി? ചന്തു പുച്ഛത്തോടെ ചോദിച്ചു. ലച്ചു കത്തുന്ന ദേഷ്യത്തോടെ സ്ലാബിലിരുന്നതൊക്കെയും ഇരു കൈകൊണ്ടും തട്ടിത്തെറിപ്പിച്ചു. ഉമയും ആര്യയും കൈകൾ കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചു. ചന്തുവിന് അവളുടെ അഹങ്കാരം ഒട്ടും ഇഷ്ടമായില്ല. അവൾ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു നിർത്തി രണ്ട് കവിളിലും ആഞ്ഞടിച്ചു. ഉമയും ആര്യയും ഞെട്ടിപ്പോയി. ലച്ചു കത്തുന്ന മിഴിയോടെ അവളെ നോക്കി. ഡീ! അവൾ ചന്തുവിനെ തല്ലാൻ കയ്യോങ്ങി. ചന്തു ആ കയ്യിൽ കൈ നിവർത്തി സൈഡ് കൊണ്ടൊരു വെട്ടു കൊടുത്തു. ലച്ചു നിലവിളിച്ചു പോയി. നിനക്ക് ചില്ലറ കൊഴുപ്പല്ലല്ലോ മോളെ. സമയാസമയം തോന്നുന്നത് കഴിച്ചിട്ട് നിന്റെ എല്ലിൻ്റെ ഇടയിൽ കയറുന്നതാ. ദേ, നീ ഈ നിലത്ത് തട്ടിത്തെറിപ്പിച്ചത് ഭക്ഷണമാണ്. ഇതിൻ്റെ വില അറിയണമെങ്കിൽ
ഒരു നേരമെങ്കിലും പട്ടിണി കിടക്കണം. നിന്നെ ഉണ്ടല്ലോ, പട്ടിണി കിടണം. അപ്പോഴേ നീ ഇതിൻ്റെ വില മനസ്സിലാക്കൂ. ഉയർന്ന കയ്യടിയുടെ ശബ്ദം കേട്ട് ഏവരും വാതിലിലേക്ക് നോക്കി. ദേവു: ഏട്ടത്തി, കലക്കി. ഇതാണ്ട ഏട്ടത്തിപ്പവർ. പൊന്നു ലച്ചുവേച്ചി, വന്നിട്ട് ഈ 2 ദിവസം കൊണ്ട് എത്ര എണ്ണം കിട്ടി? എന്നിട്ടും ഒരുളുപ്പും ഇല്ലാതെ ചോദിച്ച് മേടിക്കുവാണല്ലോ. ഷെയ്മോണിയു. എടി, നീയും ഇവളുടെ സൈഡാണല്ലേ? അത് നിന്റെ നല്ലതിനല്ല ദേവു. അയ്യോ, ലച്ചുവേച്ചിക്ക് എൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലോ, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. അമ്മ, വല്യമ്മ, ഇന്ന് ഈ നിമിഷം നിങ്ങൾ കിച്ചൺ വിടണം. തട്ടിയിട്ടവർ തന്നെ ക്ലീൻ ആക്കട്ടെ. ഇല്ലെങ്കിൽ, ലച്ചു വെല്ലുവിളിച്ചു, ഇല്ലെങ്കിൽ ഇനി മുതൽ ഇവർ കിച്ചണിൽ കയറില്ല. ഞാനും നീയും അപ്പച്ചിയും ഏട്ടന്മാരും എങ്ങനെ 3 നേരം വെട്ടി വിഴുങ്ങും എന്നെനിക്കൊന്ന് കാണണം. എടി, നീ പോടി. ഒരു കെട്ടിലമ്മ വന്നേക്കുന്നു. നിനക്കുള്ള അതേ അധികാരവും അവകാശവും എനിക്കും ഉണ്ട് ഇവിടെ. അവളുടെ ഒരു ഹുങ്ക് അതീ ദേവുവിനോട് വേണ്ട, പറഞ്ഞേക്കാം. അവൾ വിരൽ ചൂണ്ടി വിറച്ചതും ലച്ചു ഒന്ന് പകച്ചു. ദേവുവിനെ കണ്ടതും ചന്തുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. നീ വാ മോളെ, അവൾ വൃത്തിയാക്കും. ഇല്ലെങ്കിൽ, ലച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചു. അമ്മേ, വല്യമ്മേ, വാ, നമുക്ക് പോകാം. അവൾ വിളിക്കേണ്ട താമസം അവർ കിച്ചണിൽ നിന്നും ഇറങ്ങി. ദേ തള്ളേ, ഇവളുമാരുടെ വാക്ക് കേട്ട് നിങ്ങൾ തുള്ളാൻ നിന്നാലുണ്ടല്ലോ. അവൾ വിരൽ ചൂണ്ടിയതും ഉമ അവളുടെ വിരലിൽ പിടിച്ചു തിരിച്ചു. കുറച്ച് നാളായി നിന്റെ തിളപ്പ് സഹിക്കാൻ തുടങ്ങിയിട്ട്. അവൾ വേദനയോടെ തുള്ളി. വിട്, വേദനിക്കുന്നു. ഇനി നിന്റെ നാവീന്ന് വേണ്ടാത്തത് കേട്ടാ ആ നാവ് ഞാൻ അരിയും, പറഞ്ഞേക്കാം. ഉമ അവളെ പിന്നിലേക്ക് തള്ളി. അവൾ നിലത്തേക്ക് വീണുപോയി. ഉമ കൂസലെന്നെ നടക്കുന്നത് കണ്ടതും ആര്യ അമ്പരന്ന് നിന്നു. വാ അമ്മേ, വല്യമ്മ മാസായിട്ട് പോകുന്നത് കണ്ടില്ലേ? എൻ്റെ അമ്മ എന്നാ ഇതുപോലാകുക? അതിന് അവളല്ലല്ലോ മോളെ നീ. ഉമ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു, ഒപ്പം ചന്തുവിനെയും. നീ കൊള്ളാട്ടോ, എനിക്കിഷ്ടായി. അവർ ചിരിയോടെ മുകളിലേക്ക് കയറി. ലച്ചു എന്താ ഇപ്പം നടന്നേ എന്ന് ഒന്നുകൂടെ ചിന്തിച്ചു. അവൾ ചുറ്റും നോക്കി. ഛേ, അവൾ ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് കണ്ടകശനിയാണല്ലോ. ഞാഞ്ഞൂലുകളും തലപൊക്കി തുടങ്ങി. എടി ദേവു, നിന്നെ ഞാൻ എടുത്തോളാം. അവൾ നിലത്തേക്ക് നോക്കി. ഓ, അവൾ അലറി. അത് കേട്ടുകൊണ്ടാണ് മഹേശ്വരി ഓടി വന്നത്. മോളെ, ലച്ചു, എന്താ? അകത്തെ കോലം കണ്ട് അവരുടെ കണ്ണ് മിഴിഞ്ഞു. ലച്ചു, ഇതെന്താ? അവരൊക്കെ എവിടെ? അവൾ ചാടി എണീറ്റു. കണ്ടില്ലേ എന്താണെന്ന്? പിന്നെയും എന്തിനാ ചോദിക്കുന്നേ? ഇത് മുഴുവൻ വൃത്തിയാക്ക്, എന്നിട്ട് എന്തേലും വച്ചുണ്ടാക്ക്. എനിക്ക് വിശക്കുന്നു. ഞാൻ അവരെവിടെ? ഉമയും ആര്യയും? ആ, എല്ലാരും പോയി. നമുക്ക് വല്ലതും വയറ്റിലോട്ട് പോകണേ. ഇനി അപ്പച്ചി കനിയണം. ഞാൻ പോവാ, എനിക്കൊന്ന് കുളിക്കണം. അയ്യോ മോളെ, ഞാൻ ഒറ്റയ്ക്ക്. അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൾ ഇറങ്ങി നടന്നു. ഷേ, അവർ ദേഷ്യത്തോടെ തറയിൽ അമർത്തി ചവിട്ടി. ദേവു, എനിക്ക് ഒരു കാര്യം അറിയണം. ബാൽക്കണിയിൽ മൂവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ ചന്തു തുടക്കമിട്ടു. എന്താ ഏട്ടത്തി? ആര്യയും ഉമയും അവളെ ശ്രദ്ധിച്ചു. മഹിയേട്ടൻ്റെ പാസ്റ്റ് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ദേവുവിൻ്റെ മുഖം ചുളിഞ്ഞു. ഏട്ടത്തി എന്താ ഉദ്ദേശിച്ചത്? അത് എന്നെ... പെട്ടെന്ന് അവൾ നിർത്തി. അതല്ല ദേവു, പെട്ടെന്നാണ് ഞങ്ങളുടെ മാരേജ് മഹിയേട്ടൻ തീരുമാനിച്ചത്. അതുവരെ
എന്നോട് ഇവിടുത്തെ ആരെയും പറ്റി പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഒരു നോർമൽ ഫാമിലിയായി തോന്നിയില്ല. അമ്മ, അതൊരു ചോദ്യചിഹ്നമാണ് എനിക്ക്. സ്വന്തം മകനോടിങ്ങനെ. പിന്നെ അച്ഛൻ, ലച്ചു, അവരുടെ പേരൻസ്, ഇപ്പം വന്ന 2 പേർ, അതൊക്കെ എനിക്കറിയണം. നിനക്കറിയുന്നതാണെങ്കിൽ പറയ് ദേവു. എൻ്റെ ഏട്ടത്തി, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ഇളയ സന്താനം. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെന്നതാ സത്യം. പിന്നെ മാമൻ മരിക്കുന്നത് ഇവിടെ വച്ചാ. ഉറങ്ങാൻ കിടന്നതാ ആ പാവം. അറ്റാക്കായിരുന്നു. പിറ്റേന്ന് മരിച്ചു കിടക്കുന്നതാ എല്ലാവരും കണ്ടത്. പിന്നെ ഇന്ന് വന്ന മുട്ടാളന്മാർ, എൻ്റെയും ലച്ചുവേച്ചിയുടെയും സഹോദരന്മാർ, ഇവരുടെ ഒരു ഗുണവും ഇല്ലാത്ത മൂത്ത സന്താനങ്ങൾ. എടി, ആര്യ കണ്ണുരുട്ടി. പിന്നെ മഹിയേട്ടൻ, എനിക്കാളെപ്പറ്റി അത്ര അറിയില്ല. കാരണം ഞാൻ മഹിയേട്ടനെ അങ്ങനെ അടുത്തറിഞ്ഞിട്ടില്ല. ആളിവിടെ ഇല്ലായിരുന്നു. പഠിച്ചതൊക്കെ വിദേശത്താ. ഇടയ്ക്ക് വരുമ്പോൾ കാണും, ഒരു ചിരിയിൽ ഒതുക്കും. മാമ മരിച്ച പിന്നെ ഒരു പോക്ക് പോയി. ആർക്കും മഹിയേട്ടനെ പറ്റി വിവരമൊന്നും ഇല്ലായിരുന്നു. വന്നിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പോഴാ ഏട്ടത്തിയെ കൊണ്ടുവന്നതും ഇവിടെ താമസമാക്കിയതും. ദേവുവിന് അങ്ങനെയൊന്നും അറിയില്ലെന്ന് അവൾക്ക് ബോധ്യമായി. അതോടെ അവൾ ഉമയുടെയും ആര്യയുടെയും നേർക്ക് തിരിഞ്ഞു. അവൾ അവർക്ക് മുന്നിൽ മുട്ടുകുത്തി അവരുടെ കൈ പിടിച്ചു. എന്നോട് പറയുമോ പ്ലീസ്? മഹിയേട്ടനൊന്നും തുറന്നു പറയാറില്ല. അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ? അവളുടെ ചോദ്യം കേട്ടതും അവർ പരസ്പരം നോക്കി. ഉമ അവളുടെ കവിളിൽ തഴുകി. മോളെ, ഇവിടെ ആദ്യം വന്നത് ഞാനാ. ഞാൻ എനിക്കറിയുന്നത് പറയാം. ആ, അവൾ സന്തോഷത്തോടെ തലയാട്ടി. ഉമ കാര്യങ്ങൾ പറയാൻ തയ്യാറെടുത്തു. എന്താ പതിവില്ലാതെ എല്ലാവരും ഇവിടെ? മഹിയുടെ ശബ്ദം കേട്ടതും ചന്തു ഞെട്ടിപ്പോയി. കാർ വരുന്ന ശബ്ദം പോലും കേട്ടില്ലല്ലോ. ഓർത്തുകൊണ്ട് അവൾ ദയനീയമായി ഉമയെ നോക്കി. അവർ നിസ്സഹായയായിരുന്നു. ഒന്നുമില്ല മോനെ, താഴെ ലഹളയല്ലേ, അപ്പോൾ വെറുതെ വന്നതാ. ആര്യ പറഞ്ഞൊപ്പിച്ചു. ചന്തു, എനിക്കൊരു കോഫി വേണം. നല്ല തലവേദന. അയ്യോ, ഞാനിപ്പോൾ എടുത്തു തരാം മഹിയേട്ടാ. അവൾ പെട്ടെന്ന് താഴേക്കോടി. അവൾക്ക് പിന്നാലെ പോകാൻ തുനിഞ്ഞ മൂവരെയും മഹി നോക്കി. അവൾക്ക് പലതും അറിയാൻ ആഗ്രഹമുണ്ടാകും. നിങ്ങളോട് ചോദിച്ചാ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനും പറ്റില്ല. അതറിയാം. പക്ഷെ വേണ്ട, അവൾ അറിയണ്ട എന്ന് എൻ്റെ തീരുമാനമാണ്. അതാണ് ഞാൻ അവളോടൊന്നും പറയാത്തത്. അതിനി നിങ്ങളായിട്ട് അവളോട് പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? അവർ ഒന്നിച്ച് തലയാട്ടി. നിങ്ങളിരിക്കെ, കോഫി കുടിച്ചിട്ട് സംസാരിച്ച ശേഷം മെല്ലെ പോയാൽ മതി. അവൻ പറഞ്ഞുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് നടന്നു. അപ്പോൾ ഏട്ടത്തി അറിയാൻ പാടില്ലാത്തതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടല്ലേ? എന്നിട്ട് ഇതുവരെ എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. ദേവ് മുഖം കൂർപ്പിച്ചു. ചന്തു കോഫിയുമായി അവൻ്റെ അടുത്തേക്ക് നടന്നു. ദേവുവിൻ്റെ കണ്ണുകൾ അവൾക്ക് പിന്നാലെ പാഞ്ഞു. ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങിയ മഹി മുഖം ടവലിൽ തുടച്ചുകൊണ്ട് അവളെ നോക്കി. ദേവു ഒളിഞ്ഞു നോക്കുന്നത് കണ്ടതും മഹി ചന്തുവിൻ്റെ വരവ് നോക്കി നിന്നു. അവൾ അടുത്തെത്തിയതും മഹി അവളുടെ അരയിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ചന്തു പകച്ചുപോയി. കോഫി കയ്യിൽ നിന്നും തുളുമ്പി. അവനത് ടേബിളിൽ വയ്ക്കാൻ കണ്ണ് കാട്ടി. അവൾ എത്തി കോഫി ടേബിളിൽ വെച്ച് അവനെ നോക്കി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വിരൽ കൊണ്ട് മെല്ലെ മുഖത്ത് വരച്ചു. ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ ചന്തുവിനെ കാണാൻ. അവളുടെ മിഴികൾ പിടച്ചു. എന്തോ പറയാനെന്ന പോലെ ചുണ്ട് ഒരൽപ്പം വിടർന്നു. അവനത് നോക്കി നിന്നുപോയി. അപ്പോൾ അവൻ്റെ മുഖത്ത് ആരെയും കാട്ടാനെന്ന ഭാവമായിരുന്നില്ല, മറ്റെന്തോ ആയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ പതിവില്ലാത്ത തിളക്കം പോലെ. അവൻ അവളുടെ കണ്ണുകൾ വിടർത്തി. ചുവപ്പ് രാശി മാഞ്ഞിരുന്നു. നാളെ നിൻ്റെ അമ്മയും സഹോദരിമാരും വരുന്നുണ്ട് നിന്നെ കാണാൻ. അവൾ ഞെട്ടിപ്പോയി. രാവിലെ രഘുവങ്കിൾ വരും. ഒപ്പം പോയി അവരെ കണ്ടുവരണം. തൽക്കാലം
അവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ നിവർത്തിയില്ല. അതാ. പോകുമ്പോൾ അവനൊന്ന് നിർത്തി. ഈ താലിയും സിന്ദൂരവും വേണ്ട. അവൾ ഒരു നിമിഷം വിറച്ചുപോയി. അവളുടെ കൈ അറിയാതെ ആ താലിയിൽ പിടിമുറുക്കി. അവനത് കണ്ടു. അവൻ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നു, ചുണ്ടുകൾ വിറയ്ക്കുന്നു. പോയാ തിരികെ വരുമോ? അവൻ്റെ ആ ചോദ്യം അവളെ പിടിച്ചുലച്ചു. വരും. എനിക്ക് നിങ്ങളില്ലാതെ, നിങ്ങളെ കാണാതെ പറ്റില്ല മഹിയേട്ടാ എന്നലറി വിളിച്ചു പറയാൻ തോന്നി. പക്ഷേ എന്തോ ഒരു തടസ്സം. അവൻ അവളുടെ നിറഞ്ഞു തൂകിയ കണ്ണുകളിലേക്ക് നോക്കി. അറിയാതെ വിരൽ കൊണ്ട് കവിളുകൾ തുടച്ചു നീക്കി. അവരുടെ മിഴികൾ തമ്മിൽ കൊരുത്തു. വിഷമിക്കണ്ട, ആരും ഒന്നും അറിയില്ല. ആരും തന്നെ കുറ്റപ്പെടുത്തില്ല. അമ്മയും അനിയത്തിമാരും അറിയുമോ എന്ന ഭയത്തിലാണ് അവൾ എന്ന് കരുതി അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. മുഖം അവൻ്റെ നെഞ്ചിൽ അമർത്തി വെച്ച് കരഞ്ഞു. അവൻ ഞെട്ടിപ്പോയി. ചന്തു, അവൻ മെല്ലെ വിളിച്ചു. അവളുടെ കണ്ണീർ അവൻ്റെ നെഞ്ചിനെ നനച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കൈ അവൻ പോലും അറിയാതെ ഉയർന്നു. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അത് കണ്ടുനിന്ന ദേവുവും അമ്മമാരും അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണെന്ന് കരുതി നാണത്തോടെ തിരിഞ്ഞു. ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുകയാണ് പാറു. ഒക്കെയും സെറ്റായെന്ന് തോന്നിയതും അവൾ ബെഡിലേക്ക് മലർന്നു. കാറ് വന്ന് കിടപ്പുണ്ട്. അമ്മയും പവിയും ഉറക്കമായി. അവൾക്ക് മാത്രമെന്തോ ഉറങ്ങാൻ കഴിയുന്നില്ല. ആകെ ഒരു പരവേശം പോലെ. അപ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത്. ശരത്താണെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു. കിച്ചാ, കതക് തുറക്ക് പാറൂസേ. ഹേ, എടി പൊട്ടി, നിന്റെ റൂമിൻ്റെ വാതിൽ തുറക്കാൻ. അയ്യോ! അവൾ ചാടി എണീറ്റ് ഡോർ തുറന്നു. മുന്നിൽ കള്ളച്ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ടതും അവൾ ഞെട്ടി. കിച്ചാ, ഇതെന്താ ഇപ്പോ? അവൻ മറഞ്ഞു നിന്ന് അവളെ തള്ളിക്കൊണ്ട് അകത്തേക്ക് കയറി വാതിൽ ലോക്കിട്ടു. അവൾ ഞെട്ടി നിൽക്കുകയാണ്. അവൻ ഡോറിലേക്ക് ചാരി. അവളുടെ കയ്യിൽ പിടിച്ച് ഒറ്റ വലി. പാറുതേ ചെക്കൻ്റെ നെഞ്ചിൽ. പാറൂസേ. കിച്ചാ, ഇതെന്താ പതിവില്ലാതെ രാത്രിയിൽ? അമ്മ. അല്പം ഭയത്തോടെ അവൾ ചോദിച്ചു. മിണ്ടാതെ കണ്ണുകൾ അടച്ച് അവളെ കെട്ടിപ്പിടിച്ച് അവൻ അങ്ങനെ നിൽക്കുകയാണ്. അവളുടെ ഇളമേനി അവനിലെ വികാരത്തെ ഉണർത്തുന്നുണ്ട്. അവൻ കണ്ണുകൾ അടച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ എത്രത്തോളം ചേർന്നാണ് നിൽക്കുന്നതെന്ന്. അവൾക്ക് നാണം തോന്നി. കിച്ചാ, അവൾ കുതറി. അടങ്ങി നിൽക്ക് പെണ്ണേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. കുറച്ച് സമയം ഇങ്ങനെയൊന്നും നിന്നോട്ടെ. കിച്ചാ, കളിക്കല്ലേ. പവി ഇവിടെ ഇല്ലാത്തത് ഭാഗ്യം. അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു. എന്താ? അവൻ മീശ പിരിച്ചു. ഞാൻ പറഞ്ഞിട്ടാ വേലു ഇന്ന് അമ്മയുടെ റൂമിൽ പോയത്. ഹേ? അവളുടെ കണ്ണ് മിഴിഞ്ഞു. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. എനിക്കറിയാം എൻ്റെ പാറൂസിനൊന്നും ഉറങ്ങാൻ കഴിയില്ലെന്ന്. കുഞ്ഞിലെ മുതൽ കാണുന്നതല്ലേ ഞാൻ എൻ്റെ പെണ്ണിനെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അയ്യേ, എന്തിനാ ഇപ്പം കരയുന്നേ? ഞാനില്ലേ നിനക്ക്? നിനക്കൊരു വിഷമമുണ്ടെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കുമോ ഞാൻ? അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് വിങ്ങി. കിച്ചേട്ടാ, പവി അവൾക്ക്. എൻ്റെ പാറൂസേ, കുഞ്ഞിക്കൊന്നും പറ്റില്ലടാ. ദൈവം കൂടെയുണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും വേഗം സർജറി നടത്താൻ കഴിയുമോ? അതും അപ്പോളോയിൽ. നമ്മളെ ഈശ്വരൻ കൈവിടില്ലടാ. എനിക്കറിയാം എൻ്റെ പാറൂസ് ഇന്ന് ഇതുമോർത്ത് വിഷമിച്ചിരിക്കുമെന്ന്. അതുകൊണ്ടല്ലേ കിച്ചൻ ഓടി വന്നത് എൻ്റെ കൊച്ചിനെ സമാധാനിപ്പിക്കാൻ. ദേ ഇങ്ങോട്ട് നോക്കിയേ. അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും ഉറക്കമിളച്ചും ഇരുന്ന ശരിയാകില്ല. വാ, കിച്ചൻ്റെ നെഞ്ചിൽ കിടന്ന് സുഖമായി ഉറങ്ങിക്കോ. അയ്യോ വേണ്ട, കിച്ചൻ പോയിക്കോ. അതെന്തു പറച്ചില്ല പാറൂട്ടാ. ഞാൻ ഈ പാതിരാത്രി ഇങ്ങോട്ട് വന്നിട്ട് ചുമ്മാ അതങ്ങ് പോകാൻ പറ്റുമോ? എനിക്ക് ഇന്നെൻ്റെ പെണ്ണിനെ. അവൾ പിടച്ച മിഴിയോടെ അവനെ നോക്കി.
അവൻ പെട്ടെന്ന് അവളെ കൈകളിൽ കോരിയെടുത്തു. അവൾ പിടച്ചിലോടെ അവനെ നോക്കി. അവൻ കണ്ണുകളിൽ പ്രണയം നിറച്ച് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളുമായി ബെഡിനരികിലേക്ക് നടന്നു. അവളെ ബെഡിലേക്ക് ചായച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ മിഴികൾ പിടയ്ക്കുന്നത് കണ്ട് അവൻ്റെ നോട്ടം താഴേക്ക് നീങ്ങി. വിറയ്ക്കുന്ന മൂക്കിൻ തുമ്പ്, വിടരുന്ന ചുണ്ടുകൾ, ഉമിനീർ വിഴുങ്ങുന്ന തൊണ്ടക്കുഴി, ശ്വാസത്തിനനുസരിച്ചുയരുന്ന മാറിടം. അവൻ്റെ ആ നോട്ടം അവളിലെ ഹൃദയമിടിപ്പ് കൂട്ടി. അവൻ്റെ കണ്ണുകൾ മേലേക്ക് ചലിച്ചു. മുഖത്തിലെത്തി നിന്നതും അവൻ ബെഡിലേക്ക് കയറി അവളുടെ മേലെ ടച്ച് ചെയ്യാതെ മുഖത്തോട് മുഖം കൊണ്ടുവന്നു. അവളുടെ മിഴികൾ ഉയർന്നു. അവ പരൽ മീൻ പോൽ തുടിച്ചു. പില്ലോയിൽ ഇരു സൈഡിലായി അവൻ കൈയൂന്നി നിന്നു. അവളുടെ മുഖത്തേക്ക് മുഖം താഴ്ത്തി വന്നു. പിടച്ചിലോടെ നോക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ നെറ്റിയിൽ അവൻ മൃദുവായി ഉമ്മ വച്ചു. ആ നിമിഷം അവളുടെ കണ്ണുകൾ മെല്ലെ കൂമ്പി അടഞ്ഞു. അവളുടെ സകല ടെൻഷനും ആ ഒരു ഉമ്മയിൽ അലിഞ്ഞുപോയി. അവൻ മെല്ലെ ഉയർന്നു. പിന്നെ അവൻ്റെ ചുണ്ട് പതിഞ്ഞത് അവളുടെ മൂക്കിൻ തുമ്പിലാണ്. അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി മൊട്ടിട്ടു. പിന്നീട് അവൻ്റെ ചുണ്ട് പതിഞ്ഞത് അവളുടെ ഇരു കവിളുകളിലുമാണ്. അവളുടെ ചുണ്ടൽപ്പം വിടർന്നു. മനസ്സിലിപ്പോൾ മറ്റൊന്നുമില്ല. അവൻ തൻ്റെ പാതിയുടെ മുഖം മാത്രം. അരികെ അവൻ മാത്രം. അടുത്തതായി അവൻ്റെ ചുണ്ടുകൾ ചുണ്ടിൽ സ്പർശിച്ചതും അവളുടെ കൈ ബെഡ്ഷീറ്റിൽ മുറുകി. മെല്ലെ മെല്ലെ കീഴ്ചുണ്ടും മേൽചുണ്ടും നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ മനസ്സിൽ ടെൻഷൻ മാറ്റി പ്രണയം വിതറി. ചുണ്ടിൻ്റെ മധുരം അറിഞ്ഞ ശേഷം നാവിലേക്ക് കടന്നതും അവൾ ഉള്ളുകൊണ്ട് വിറകൊണ്ടു. പക്ഷേ അവൾ കണ്ണുകൾ തുറന്നില്ല. ശ്വാസം വില്ലനായതും അവൻ മെല്ലെ പിന്മാറി. അവൾ പെട്ടെന്ന് ചെരിഞ്ഞു കിടന്ന് കിതച്ചു. അവൻ ബെഡിലേക്ക് മലർന്നു. അവളുടെ മുടിയുടെ വാസന മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോൾ അവൻ മെല്ലെ അതെടുത്ത് മുഖത്തേക്ക് വിതറി. അവൾ തിരിഞ്ഞതും അവൻ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു. പാറുസേ, ഈ നിമിഷം എനിക്ക് ഇന്ന് വരെ തോന്നാത്തത് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. പക്ഷേ വേണ്ട, എൻ്റെ താലി ഈ കഴുത്തിൽ വീണ ശേഷം മാത്രം എനിക്കെൻ്റെ പെണ്ണിനെ അറിഞ്ഞാൽ മതി. അവൻ ഉള്ളിൽ ഓർത്തുകൊണ്ട് അവളെ നോക്കി. ശേഷം തലയിൽ ഉമ്മ വെച്ചു. അവൾ അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ മുഖം അമർത്തി. അവളുടെ വിരൽ അവൻ്റെ രുദ്രാക്ഷത്തിൽ ചുറ്റി. അവൻ്റെ കൈ അവളുടെ അരയിലും. അവളുടെ ചൂട് അവനിൽ വികാരം ഉണർത്തുന്നുണ്ട്. അവൻ കണ്ണുകൾ അടച്ച് കൺട്രോൾ ചെയ്ത് കിടന്നു. പാറൂസേ, ഉറങ്ങിക്കോ. അവളുടെ മൂളൽ. അവനും മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ കണ്ണു തുറക്കുമ്പോൾ കുളിച്ചു വരുന്ന ചന്തുവിനെ കണ്ട് മഹി കൈകൾ കണ്ണിൽ മറച്ചു വെച്ച് കിടന്നുകൊണ്ട് അവളെ നോക്കി. ലാവൻഡർ പൂക്കൾ നിറഞ്ഞ കോളറുള്ള ചുരിദാറാണ് വേഷം. അതവൾക്ക് നന്നായി ചേരുന്നുണ്ട്. അവൾ നേരെ ബാൽക്കണിയുടെ സൈഡിലേക്ക് പോയി. പിന്നെ മഹിയെ തിരിഞ്ഞു നോക്കി. അവൾ നോക്കുമ്പോൾ അവൻ കണ്ണുകളുടെ മേലെ കൈവച്ച് കിടക്കുകയാണ്. അവൾ മെല്ലെ താലി ഉള്ളിലേക്കാക്കി. എന്നിട്ട് കബോർഡിൽ നിന്നും എന്തോ ഒന്നെടുത്തു. തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തോ ചെയ്യുന്നു. പിന്നെ പമ്മി എടുത്തതെന്തോ തിരിച്ചു വയ്ക്കുന്നു. പിന്നെ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് കണ്ണെഴുതി കുഞ്ഞു പൊട്ടുവെച്ച് ഒരു നുള്ളു സിന്ദൂരം മുടിയുടെ മറവിൽ ഒന്ന് തൊട്ടുവെച്ച് മഹിയെ നോക്കി. സോറി മഹിയേട്ടാ, പറ്റാഞ്ഞിട്ടാ. ആരും കാണാതെ ശ്രദ്ധിച്ചോളാം. അതിനാ ഇന്നീ ചുരിദാർ ഇട്ടത് തന്നെ, അവൾ ചെറുക പറഞ്ഞു. അവൻ അത്ഭുതം തോന്നി. വെറുതെ പേരിന് അവൾ തന്നെ അണിഞ്ഞ താലി, അതിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ആ നിമിഷം അവൻ്റെ ഉള്ളിൽ അവളോട് ബഹുമാനം തോന്നിപ്പോയി. സിന്ദൂരം കാണാതിരിക്കാൻ മാറി മാറി ഹെയർ സ്റ്റൈൽ നോക്കുന്ന അവളെ കണ്ട് അവന് ചിരി വന്നുപോയി. അങ്ങനെ നീണ്ട പരിശ്രമം കൊണ്ട് ഒരുവിധം സെറ്റാക്കി. ഇതിനിടയിൽ 100 തവണ അവൾ അവനെ നോക്കുന്നുണ്ട്. അതാണ് അതിലും രസം. അവളെ അങ്ങനെ നോക്കിക്കിടക്കും തോറും അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ അവളോട് പ്രണയം മുട്ടിട്ട് തുടങ്ങിയിരുന്നു. മഹിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ പെട്ടെന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. അവൻ സംസാരിച്ച ശേഷം ഉറക്കെ വിളിക്കുന്നത് കേട്ട് അവൾ തിരികെ വന്നു. ഡോ, താഴേക്ക് പോയിക്കോ, അങ്കിൾ എത്താറായി. അവൾ തലയാട്ടി ഇറങ്ങാൻ തുടങ്ങി. ഡോ, ഒന്ന് നിന്നേ. അവൾ തിരിഞ്ഞു. സിന്ദൂരവും താലിയും മാറ്റിയല്ലോ അല്ലേ? അവൾ ഒന്ന് ഞെട്ടി. പിന്നൊന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിന്നു. ആ, പോയിട്ട് വാ.
ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ പോകും. വൈകുന്നേരം താമസിച്ചേ വരൂ. താൻ പോയി തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടിട്ട് വാ. അവൻ പറഞ്ഞതും അവൾ ഇറങ്ങാൻ തുടങ്ങി. ഡോ നിക്കടോ. അവൾ വീണ്ടും തിരിഞ്ഞു. ദേ ആ ഇരിക്കുന്ന എടുത്തോ. അവൾ നോക്കുമ്പോൾ ഒരു ഹാൻഡ് ബാഗ്. അവൾ അവനെ മിഴിച്ചു നോക്കി. എടുത്തോ, അതിൽ കുറച്ച് ക്യാഷുണ്ട്. അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്ക്. വേണ്ട, എൻ്റെ അടുത്തുണ്ട്. അതുകൂടി ഇരിക്കട്ടെ. ഞാൻ ഇന്നലെ വാങ്ങി വച്ചതാ തനിക്ക് തരാൻ. ഇനി എൻ്റെ സെലക്ഷൻ ഇഷ്ടമായില്ലേ നിർബന്ധിക്കുന്നില്ല. അവൾ പെട്ടെന്ന് അതിർത്ത് പുറത്തേക്കിറങ്ങി. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പാവം. യാത്രയിൽ രഘു അവളോട് ഹോസ്പിറ്റലിൽ പോകുന്നതോ സർജറിയാണെന്നോ ഒന്നും പറഞ്ഞില്ല. അവളെ കാണാൻ അവർ വരുന്നു എന്നാണ് അവളുടെ വിചാരം. അവളുടെ മുഖത്ത് അതിൻ്റെ സന്തോഷം നിറഞ്ഞിരുന്നു. അയാൾ അത് ചിരിയോടെ നോക്കിക്കണ്ടു. അവർ അടുത്തുള്ള ഹോസ്പിറ്റലിനടുത്തുള്ള കാർ പാർക്കിങ്ങിലേക്ക് കാർ നിർത്തി. അങ്കിൾ, ഇതെന്താ ഇവിടെ? നമുക്ക് മോളുടെ അനിയത്തിയെ ഇവിടെ ഒന്ന് കാണിച്ചു നോക്കാം മോളെ. അയ്യോ അങ്കിൾ, സർജറി അല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. അറിയാം മോളെ, നമ്മുടെ കമ്പനി ചാരിറ്റി ചെയ്യാറുണ്ടെന്ന് മോൾക്കറിയാലോ. നമുക്ക് മോളുടെ അനിയത്തിയുടെ സർജറി അങ്ങനെ നടത്താം. അങ്കിൾ, അവളുടെ ഞെട്ടൽ അയാൾ കണ്ടു. പേടിക്കണ്ട മോളെ, ഞാനത് ശരത്തിനെ അറിയിച്ച പ്രകാരമാണ് അവർ ഇവിടേക്ക് വരുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് അവൾക്ക് മഹിയെ ഓർമ്മ വന്നു. അങ്കിൾ, മഹിയേട്ടനാണോ ഇത്? അയാൾ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവരുടെ അരികിലേക്ക് ഒരു കാർ വന്ന് നിന്നു. അവളുടെ ശ്രദ്ധ അവിടേക്കായി. അവളുടെ മുഖം വിടർന്നു. വല്യേച്ചി. കാറിൽ നിന്നൊരു കാറൽ. പിന്നെ ഒരു പുകിലായിരുന്നു. പാഞ്ഞു വന്ന പവിയെ കണ്ട് ചന്തു പുറത്തേക്കിറങ്ങി. അവരുടെ സ്നേഹവും കെട്ടിപ്പിടുത്തവും ഉമ്മവയ്ക്കലും ഒപ്പം പാറുവും വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. ശരത്ത് അയാളെ നോക്കി പുഞ്ചിരി തൂകി. അവൻ ബാക്ക് ഡോർ തുറന്നു പിടിച്ചു. ശരത്തിനൊപ്പം ചിരിയോടെ പുറത്തേക്കിറങ്ങിയ ആളെ കണ്ട് അയാൾ ഞെട്ടിപ്പോയി. അങ്കിൾ, അതാണ് ഞങ്ങളുടെ അമ്മ. ചന്ത് പറഞ്ഞതും അയാൾ ഞെട്ടലോടെ അവരെ നോക്കി നിന്നു. പലപ്പോഴായിട്ട് എഴുതി, പലപ്പോഴായിട്ട് വോയിസ് കൊടുത്ത് കുറേ ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഈ പാർട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എന്തെങ്കിലുമൊക്കെ പോരായ്കയുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഇത്രയും കഷ്ടപ്പാടിന് ലൈക്കും കമൻറ്റും തന്ന് സന്തോഷിപ്പിച്ചാൽ കൊള്ളാം.